കിട്ടുകയോ ഇല്ല, ജോലി കിട്ടുകയോ ഇല്ല എന്നറിയത്തില്ല, ടച്ച് വിട്ടുപോയി. അതാണ് കരിഞ്ഞ കമ്പെന്ന് പറയണത്. നമ്മൾ ഇതിനകത്തിരിക്കണത് എന്താണ്? തളർത്ത വടിയാണ് അല്ലേ? എത്രയോ പേരുടെ ജീവിതമാണ് ഉടമ്പടി തളർപ്പിക്കണമെന്നറിയാവോ? അത് പ്രോമിസിൻ്റെ ഭാഗമാണ്. നിൻ്റെ കമ്പ്, നിൻ്റെ ജീവിതം കരിഞ്ഞതാണെങ്കിൽ, ഇപ്പോൾ ചിലരൊക്കെ വന്നിട്ട് ഈ 10 കൊല്ലം, ഇപ്പോൾ ഒരു IELTS അവർ IUI എടുത്തു, IVF എടുത്തു, അവസാനം കുഞ്ഞുങ്ങളുണ്ടായില്ല എന്ന് പറഞ്ഞിട്ട് എന്താ പറയണത്? ഉടമ്പടി എടുത്തപ്പോൾ അവർക്ക് കുഞ്ഞിനെ ലഭിച്ചു. അതെന്താണ്? ശരിക്കും പറഞ്ഞാൽ തളർത്ത വടിയാണ്, കരിഞ്ഞു പോയതാണ്. ഒരു കുഞ്ഞെന്ന സ്വപ്നം പോലും കരിഞ്ഞതാണ്. എത്ര കരിഞ്ഞ വടികളാണ് കർത്താവ് തളർപ്പിച്ചിരിക്കുന്നത്. കൈയടിച്ച് കർത്താവ് കരിഞ്ഞ വടികളെല്ലാം തളർപ്പിക്കുന്ന അവിടുത്തെ സ്നേഹത്തിന് നന്ദി പറയുന്നു. മഹത്വം മഹത്വം, ആരാധന ആരാധന. ഹല്ലേലൂയ. കൈകൾ വീശിക്കൊണ്ട് ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇവളെ സംബന്ധിച്ചിടത്തോളം അപ്പ ഇങ്ങനെ പറഞ്ഞു, വീട്ടുകാരെല്ലാം എതിർത്ത് നിന്നാലും വിശ്വാസം കളഞ്ഞില്ല. അവൾ ആ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നമ്മളെപ്പോഴും സംഭവിക്കണമെന്ന് വെച്ചാൽ, നിങ്ങൾ പ്രാർത്ഥന ചൊല്ലിയത് കൊണ്ട് മാത്രം, അച്ഛൻ കുർബാനയ്ക്കും പറഞ്ഞു, നേരത്തെയും പറഞ്ഞു, ഇത് ഒരു പ്രാർത്ഥനയായിട്ട് റെഡ്യൂസ് ചെയ്താൽ നിങ്ങൾ ഒരിക്കലും ശിഷ്യന്മാരായി മാറത്തില്ല. ആ പഴയ വിശ്വാസിയായിട്ട് തന്നെ മാറും. മനസ്സിലായ? ഇപ്പം ഇതിൻ്റെ അകത്ത് 3 ഘടകങ്ങളില്ലേ? എന്തൊക്കെയാണ് ഉള്ളത്? ഒന്ന്, പ്രാർത്ഥനാ രീതിയുണ്ട്. 20% പ്രത്യക്ഷീകരണ പ്രാർത്ഥന. ലിസി കോഴിക്കോടിൻ്റെ സാക്ഷ്യം ആണല്ലോ ഇപ്പോൾ കത്തി നിൽക്കണത് അല്ലേ? അതിനി കത്തുക തന്നെ ചെയ്യും. കാര്യം അത് ഒരു ഉടമ്പടിയുടെ സർവകലാശാലയാണ് ആ സാക്ഷ്യം, കോളേജല്ല. പല കോളേജുകൾ കൂടിയ ഒരു സർവകലാശാലയാണ്. അതിനകത്ത് ഒരു സാക്ഷ്യം, അതിൻ്റെ അകത്തൊരു വാക്കുകൾ പറയുന്നുണ്ട്. ഞാൻ കടക്കാരെന്നെ തന്തക്ക് വിളിച്ച് എൻ്റെ ചങ്കും കരണം പൊട്ടി ഞാൻ കിടന്ന് കർത്താവുമായിട്ട് യുദ്ധത്തിലായി. എനിക്ക് എവിടുന്ന് കാശ് കിട്ടാനാണ്? ഈ ഫോൺ എടുത്താൽ തന്തക്ക് വിളി മാത്രമാണ് കേൾക്കണത്. ഞങ്ങൾ ആത്മഹത്യ ചെയ്യും, ഞാൻ ഇപ്പം അങ്ങോട്ട് വരും, നീ എവിടെയാണെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പിന്നെ പറയുന്നത് ഡാഷാണ്. ഇതാണ്. ഇങ്ങനെ അവസാനം ഇവൾ മടുത്ത് സങ്കടം കൊണ്ട് മനസ്സ് കലങ്ങി കിടന്ന് ഉറങ്ങി പ്രത്യക്ഷീകരണ പ്രാർത്ഥിച്ചെല്ലാം മറന്നുപോയി. 11 മണിക്കാണ് പാവം എഴുന്നേക്കണത്. എഴുന്നേക്കുമ്പോൾ പറയും, എനിക്ക് ആവതില്ല കർത്താവേ, ഞാൻ എന്തിന് പുറത്തോട്ട് പോകണം, എനിക്ക് പേടിയാണ് ഫോൺ എടുക്കാൻ പോലും. അപ്പോഴും എന്നിട്ട് പറയണേ, എനിക്ക് എഴുന്നേറ്റ് തിരികെത്തിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ മനസ്സിൽ നീലത്തിരി സ്വപ്നം കണ്ട്, അതായത് മനസ്സിൽ നീലത്തിരിയെക്കുറിച്ച് ഞാൻ കത്തിക്കുന്നതിൻ്റെ ഓർത്തുകൊണ്ട് അവിടെ കിടന്നുകൊണ്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയെന്ന് കൈയ്യടിച്ച് കർത്താവ് വിശ്വാസം പ്രഖ്യാപിക്കാനുള്ള കൃപ ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ. ആരാധന ആരാധന യേശുവേ, ആരാധന 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 യേശുവേ, ആരാധന. പണ്ടൊക്കെ മനുഷ്യന് വിശ്വാസം പ്രാർത്ഥിക്കാനുള്ളതായിരുന്നു. ഉടമ്പടി കാലത്തിന് മുമ്പ്. ഉടമ്പടി കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ 2 ജീവിതം വരികയാണ്. ബിഫോർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ പോലെ ഈ അതായത് നമ്മൾ ആഫ്റ്റർ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ ലോകചരിത്രം മാറുന്ന പോലെ ജീവചരിത്രം മാറുന്നത് പോലെ കാണും നമ്മളെ. എന്താ കാര്യം എന്നറിയാവോ? എന്താ ഞാൻ ഇങ്ങനെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയുടെ മുമ്പ് നേരത്തെ നമ്മളൊരു വിശ്വാസിയായിരുന്നു. ഇപ്പോൾ നമ്മൾ ഉടമ്പടി ആൾക്കാർ വിശ്വാസം ജീവിക്കുകയല്ല, വിശ്വാസം പ്രഖ്യാപിക്കുകയും വിശ്വാസം ജീവിക്കുകയും ചെയ്യും. നമുക്ക് അച്ഛൻ നേരത്തെ നിങ്ങൾ പറഞ്ഞിട്ടില്ലേ, വിശ്വാസം നമുക്ക് പ്രെയർ ചെയ്യാം, പ്രാർത്ഥിക്കാം. അതൊരു പ്രിലിമിനറി ABCD ലെവലാണ് വിശ്വാസം പ്രാർത്ഥിച്ചു പോണത്.
പിന്നെ നമുക്ക് വിശ്വാസം പ്രഖ്യാപിക്കാം. വിശ്വാസം പ്രഖ്യാപിക്കുക എന്ന് പറയുമ്പോൾ വിശ്വാസം പ്രാർത്ഥിക്കുന്നതിന് ജസ്റ്റ് ഒരു അറിവ് വേണം. ഒരു മൈൽഡ് സിംഗിൾ വോൾട്ടാണത്, അറിവ് മതി. പക്ഷെ വിശ്വാസം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി നമുക്ക് ഇച്ഛാശക്തി വേണം, വിൽ പവർ വേണം. അവിടെയാണ് പ്രശ്നം. വിശ്വാസത്തിൻ്റെയൊക്കെ വിൽ പവർ കയറ്റിവിടുമ്പോഴാണ് ഇത് പ്രഖ്യാപിക്കുന്നത്. ലിസിയുടെ സാക്ഷ്യത്തിൽ നിങ്ങൾ നോക്കിയാൽ മതി. ലിസിക്ക് ആമവാദമാണ്. ആമവാദം വന്നിട്ട് ഇവളുടെ അത് കണ്ണിനെ ബാധിക്കും. കണ്ണിനെ ബാധിച്ചിട്ട് കാഴ്ച ദ്രവിപ്പിക്കും. എന്നിട്ട് രക്തോട്ടം കുറഞ്ഞിട്ട് കണ്ണ് നീല നിറമായിട്ട് വലുതായിട്ട് വരും. ഇങ്ങനെ അത് വികൃത കോലമായി കണ്ടാൽ പിടിച്ചു പോകും. പക്ഷേ എന്നിട്ട് ഇവിടെ എന്താ ചെയ്യണത്? അതായത് ഇത് ഈ കണ്ണിനെയും കൊണ്ട് ആശുപത്രി പോയാൽ കണ്ണ് കിട്ടത്തില്ലെന്ന് നമുക്ക് ഉറപ്പാണ്. കാര്യം ഇത് ഡോക്ടർ എൻ്റെ സത്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്താ വന്നിരിക്കണമെന്ന് അറിയാൻ. അപ്പോൾ ലിസി പറഞ്ഞു, ഞാൻ എന്തേ ചെയ്തെച്ചാൽ ഞാൻ ഉടമ്പടി തൈലം എടുത്തു. തൈലം എല്ലാവരും ഉടമ്പടി തൈലം എടുക്കാറുണ്ട്. പക്ഷേ എടുക്കണതല്ല പ്രശ്നം ഇരിക്കണത്. എടുക്കണത് ആർക്കും എടുക്കാം, വഴിയെ പോണ ആർക്കും ഉടമ്പടി തൈലം എടുക്കാം. പക്ഷേ ഉടമ്പടി തൈലം പ്രയോഗിക്കുന്നതിലാണ് പ്രശ്നം. അതിൽ ലിസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിച്ചു വന്നു. ഞാനിവിടുത്തെ ദൈവമേ, ഇവൾ ഏത് ദൈവശാസ്ത്ര കോളേജിൽ നിന്ന് വരികയാണെന്ന് ഓർത്ത് ഞാൻ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിച്ചു. എൻ്റെ കണ്ണ് വീർത്ത് നീലച്ചിരിക്കുകയാണ്, മുഖം വികൃതമായി. ഞാൻ ഉടമ്പടി തൈലമെടുത്തു, വിശ്വാസ പ്രമാണം ചെയ്തതിന് അതിൻ്റെ ഉള്ളിൽ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിച്ചു. അവൻ്റെ പീഡാനുഭവങ്ങളെ പ്രഖ്യാപിച്ചുകൊണ്ട്, അവൻ്റെ തിരുമരണത്തെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞാൻ തൈലം കണ്ണിൽ പുരട്ടിയെന്നാണ്. അപ്പോഴെന്താ കാര്യം? മരണത്തിൻ്റെ ശക്തിയാണ്. കർത്താവിൻ്റെ മരണത്തിലൂടെയാണ് ലോകത്തിൻ്റെ പാപങ്ങൾ മോചിച്ചത്. പാപങ്ങൾ മോചിക്കുന്ന ശക്തിയാണ് മരണം പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. മരണം പ്രഖ്യാപിച്ചുകൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി തീർത്തു. രാവിലെ എഴുന്നേറ്റപ്പോഴേ കണ്ണ് സുഖപ്പെട്ടിട്ട് ചെറിയ ഒരു പാട് മാത്രമായി അത് മാറിയെന്ന് ശ്രുതികടേ. അവിടുത്തെ ശക്തി പ്രകടമാക്കുന്ന വലിയ കാരുണ്യത്തിന് നന്ദി പറയുന്നു. ആരാധന നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിനച്ചു വാഴും എന്നിലെഴുന്നള്ളണേ, ഇൻ ശക്തിയൊക്കെയോടും നിന്നെ സ്നേഹിച്ചിടുന്നേ, നിന്നെ നിനച്ചു വാഴും എന്നിലെഴുന്നള്ളണേ, സ്വർഗീയ രാജനീശോ ഒരുമിച്ച് സന്തോഷത്തോടെ നിൻ മുൻപിൽ വന്നിതാ ഞാൻ, കാരുണ്യ സാഗരമേ കാത്തുകൊള്ളിടമേ നീ, സ്വർഗീയ രാജനീശോ നിൻ മുൻപിൽ വന്നിതാ ഞാൻ, കാരുണ്യ സാഗരമേ കാത്തുകൊള്ളണമേ നീ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രഖ്യാപനം എന്ന് പറയണത് ഇപ്പോൾ പ്രാർത്ഥന, പ്രഖ്യാപനം അഥവാ പ്രഘോഷണം, അങ്ങനെ പിന്നെ പ്രയോഗം, ഇതെല്ലാം വിശ്വാസത്തിൻ്റെ ആട്രിബ്യൂഷൻസാണ്. നമുക്ക് നിർഭാഗ്യവശായി സാധാരണ ആൾക്കാർക്ക് പ്രാർത്ഥന മാത്രമേ അറിയത്തുള്ളൂ. ഉടമ്പടി, അതുകൊണ്ടാണ് ഞാൻ പറയണത് ഉടമ്പടി പ്രാർത്ഥനയിൽ വർക്കൗട്ട് ചെയ്യത്തില്ലെന്ന്. പ്രാർത്ഥന മാത്രമേ അറിയത്തുള്ളൂ. അതിന് പ്രഖ്യാപനമുണ്ട്, പിന്നെ പ്രയോഗമുണ്ട്. കർത്താവിൻ്റെ മരണത്തെ പ്രഖ്യാപിക്കുന്നു ലിസി. പിന്നെ എന്താണ്? അതിൻ്റെ അടയാളമായി അവൾ കർത്താവിൻ്റെ ശക്തിയെ, നമ്മുടെ ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി
അതാണ് സംഭവം. 2 കൊറിന്ത്യസ് 19:9 വായിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12:9 സോറി. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. എന്നാൽ പറഞ്ഞേ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ഇത് ഈ വചനമാണ്, ഈ വചനമാണ് ഉടമ്പടിയുടെ കാര്യം എന്ന് പറഞ്ഞ് നിനക്കെന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി. ആരുടെ ശക്തിയാണ്? ദൈവത്തിൻ്റെ ശക്തി. അപ്പം ദൈവത്തിൻ്റെ ശക്തി നമ്മുടെ ആരോഗ്യത്തിൽ വർക്കൗട്ട് ചെയ്യത്തില്ല, 0 മെറിറ്റിലെ വർക്ക് ചെയ്യത്തുള്ളൂ. നമ്മുടെ ഉടമ്പടിയുടെ പ്രഖ്യാപിത നിയമം എന്താണ്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ടെന്ന്. പക്ഷേ കൃപ വർക്ക് ചെയ്യണത് എവിടെയാണ്? 0 മെറിറ്റിലാണ്. അതാണ് ബലഹീനതയിലാണ്. പറഞ്ഞേ. 12:9 2 കൊരിന്ത്യൻസ്. എന്താണ്? ബലഹീനതയിലാണ് ദൈവത്തിന്റെ കൃപ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈ ബലഹീനം എന്ന് പറയുമ്പോൾ ഇപ്പൊ അവളുടെ കണ്ണ് രോഗിയായി, കണ്ണ് പഴുത്തിരിക്കുന്നു, അത് ബലഹീനമായി അല്ലേ? ഇവിടുത്തെ ആപ്ലിക്കേഷൻ എന്താണ്? ഇവിടെ എന്താ പ്രവർത്തിക്കാൻ സാധ്യതയുള്ളത്? ദൈവത്തിൻ്റെ ശക്തിയാണ്. ദൈവത്തിൻ്റെ ശക്തി ഇങ്ങനെ ഈ ബലഹീനമായ കണ്ണുകളിലേക്ക്, കാഴ്ച നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കണ്ണുകളിലേക്ക് ദൈവത്തിൻ്റെ ശക്തി പ്രവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഉടമ്പടി തൈലം ദൈവത്തിൻ്റെ ഒരു ശക്തിയുടെ പ്രതീകമായിട്ടാണ് നമ്മളിത് തേക്കണത്. എന്നിട്ട് അപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകണം. ലിസി അതങ്ങനെ വെറുതെ തേച്ചാൽ പോലും, നമ്മൾ കുളിക്കാൻ നേരത്തെ എണ്ണ എടുത്ത് തേക്കത്തില്ലേ, അങ്ങനെ തേച്ചാൽ വർക്കൗട്ട് ചെയ്യത്തില്ല. അതിൻ്റെ പ്രയോഗത്തിൽ പ്രഖ്യാപനം ആദ്യം ഉണ്ടാകണം. എന്താണ്? കർത്താവ് നമ്മുടെ പാപങ്ങളിൽ നിന്നും, അതായത് നമ്മുടെ പാപങ്ങളാണ് അവൻ, നമ്മുടെ രോഗങ്ങളാണ് അവൻ വീണ്ടെടുത്തത്, പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിച്ചു. ഇത് വെടപ്പുകട ഐസയ 53:7 ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശയ്യ 53:5 നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവന്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവന്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അപ്പോൾ അവൻ്റെ മരണം, പീഡാനുഭവം നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അവൻ്റെ ക്ഷതങ്ങളാണ് നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് ലിസി പറയണത്. ലിസി അത് അറിഞ്ഞുകൊണ്ട് പറഞ്ഞതല്ല, പക്ഷെ സത്യം അതാണ്. ഞാൻ ഉടമ്പടിത്തേലും തേക്കുന്നും വേണ്ട എൻ്റെ കർത്താവിൻ്റെ പീഡാനുഭവങ്ങളെ ഓർത്ത് ഞാൻ പ്രഖ്യാപിച്ചു, അവൻ്റെ മരണത്തെ പ്രഖ്യാപിച്ചു. അതാണ് വിശ്വാസപ്രമാണം എന്ന് പറയണത്. വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ ഓർക്കണം, അതിൻ്റെ ദൈവസ്നേഹം വേണം, പ്രത്യാശ വേണം, അതേസമയം തന്നെ അതുപോലെ തന്നെ വിശ്വാസം. 3 തിയോളജിക്കൽ വെർച്യൂസ് ഒരുമിച്ച് ഈ വിശ്വാസ പ്രമാണം പ്രഖ്യാപിക്കാൻ പറ്റത്തുള്ളൂ. അത് പ്രാർത്ഥനയില്ല, പ്രഖ്യാപനമാണ്. പക്ഷേ പ്രഖ്യാപിക്കുന്ന വ്യക്തികളിലെ ഇങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വിശ്വാസ പ്രമാണം ചെല്ലാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്ന ആന കൂനൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പിച്ച് ഭയം പറഞ്ഞ് അവസാനിപ്പിക്കുക, വർക്കൗട്ട് ചെയ്യത്തില്ല. അത് നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ, ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്, പൂർണ്ണ ഹൃദയത്തോടെ, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ പറഞ്ഞ്, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തിയോടെ സ്നേഹിക്കുക. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. നിയമാവർത്തനം 6:5. നിയമാവർത്തനം 6:5 നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. അപ്പൊ നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടെ,
പൂർണ്ണ ഹൃദയത്തോടെ സർവശക്തിയോടെ സ്നേഹിക്കുന്നതിനാണ് ഈ പ്രഖ്യാപനം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അല്ല പ്രാർത്ഥന പോലെ പിച്ചുമ്പയും പ്രവണഗുണാന്നൊക്കെ പറഞ്ഞില്ല. ആ സാധനമല്ല, വർക്കൗട്ട് ചെയ്യത്തില്ല. പല അണ്ണന്മാർക്ക് അതേ അറിയാൻ പാടുള്ളൂ. ഇത് വളരെ സീരിയസ്. അതായത് നമ്മളിത് ആപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷനിൽ നമ്മുടെ ഫുൾ ബോഡി, അതായത് പൂർണ്ണമായ, അതായത് ഭാഗികമായ മനസ്സല്ല. ഇപ്പം ഭാഗികമായ മനസ്സ്, ചില ആൾക്കാർ ഒരു ദിവസം വിശ്രമ ജീവിതം നയിക്കണത് എങ്ങനെയാണ്? കൊന്തയെല്ലാം വരുമ്പോഴല്ല വിശ്രമ ജീവിതം. അതുവരെ എല്ലാത്തിനും സീരിയൽ കാണാൻ വരെ ഇങ്ങനെ ഇരുന്ന് ബിയറൊക്കെ അടിച്ച് കപ്പലിൻ്റെയൊക്കെ കഴിച്ച് അങ്ങനെ ഇരിക്കും. പ്രാർത്ഥന ചെല്ലാൻ ചെല്ലുമ്പോൾ ഉടഞ്ഞ് അതപ്പം ഇരിക്കും ഇല്ലേ? വിശ്രമ ജീവിതത്തിന് വേണ്ടിയാണ് അവർ ഉപയോഗിക്കുന്നത്. അവരുടെ പൂർണ്ണ മനസ്സില്ല അവിടെ. ഇവിടെ എത്ര പേര് സാക്ഷ്യം പറഞ്ഞു, ഞാൻ സീരിയൽ 18 കൊല്ലം കണ്ടതാണ്, ഇപ്പം ഞാൻ കാണുന്നത് ഉടമ്പടി ധ്യാനമാണെന്ന്. കൈ ഇട്ടിച്ച് കർത്താവിനെ ഉടമ്പടിയിലൂടെ ഞങ്ങളുടെ ജീവിതത്തെ പുനഃക്രമീകരിക്കുവാൻ ഈ ആരാധനയിലൂടെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. എനിക്ക് സങ്കടമാണ്, എനിക്ക് സന്തോഷമാണ് എന്നൊക്കെ പറഞ്ഞാണ് ലിസി ആ സാക്ഷി അവസാനിപ്പിക്കുന്നത്. എന്താണ് എനിക്ക് സങ്കടം? എൻ്റെ കർത്താവിനെ ഇക്കാലങ്ങളെല്ലാം എനിക്ക് കാണാതെ പോയല്ലോ, ഞാൻ ലോകത്തിൻ്റെ വ്യാപാരിയായി ജീവിച്ചല്ലോ. എനിക്ക് സന്തോഷമാണ്, എൻ്റെ കഷ്ടങ്ങൾ കൊണ്ട് കർത്താവിനെ എനിക്കിപ്പോൾ കാണാൻ കഴിഞ്ഞല്ലോ എന്ന്. ശ്രദ്ധിക്കട്ടെ. പ്രാർത്ഥിക്കുമ്പോഴും പ്രയോഗിക്കുമ്പോഴൊക്കെ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷി, അതായത് 14 സെൻറ്റ് സ്ഥലമാണ് അവരൊരു പാറപ്പുറത്ത് എടുത്തിരിക്കുകയാണ്. 14 സെൻറ്റ് സ്ഥലം. അപ്പോൾ ആൾക്കാരെല്ലാം പറഞ്ഞ്, കാര്യം അവിടെ പണ്ട് അവിടെ താമസിച്ചതാണ്, അവിടുന്ന് വിറ്റിച്ച് വിട്ട് കടം കയറി മുടിഞ്ഞ് തിരിച്ച് തേച്ച് കഴുകി പോയതാണ്. പക്ഷെ ഉടമ്പടി എടുത്തപ്പോൾ കർത്താവ് അവർ നാട്ടിലേക്ക് കൊണ്ടുവരും, രജിസ്ട്രേഷൻ അവരെ തിരിച്ച് കൊണ്ടുവരും. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, വാഗ്ദാനത്തിൻ്റെ ഭാഗമാണ്, ഞാൻ നിൻ്റെ സ്വദേശത്തേക്ക് നിന്നെ മടക്കി കൊണ്ടുവരും. അതെല്ലാം ഉടമ്പടിയിലുള്ളതാണ്. ഉടമ്പടി എടുത്തോടുകൂടി കർത്താവ് വാഗ്ദാനപ്രകാരം മടക്കി കൊണ്ടുവരികയാണ്. പക്ഷെ അവർക്ക് കിട്ടിയത് വേറെ ഒരു പ്രദേശമാണ്, നാട്ടിലാണ് കിട്ടിയിരിക്കുന്നത്. പണ്ട് താമസത്തിന് അടുത്ത് തന്നെയാണ്. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, നാട്ടുകാരെല്ലാം പറഞ്ഞു ഇവിടെ വെള്ളമില്ലെന്ന് പറഞ്ഞു. ഇവിടെ വെള്ളമില്ല, എടുക്കല്ലേ, മണ്ടത്തരമാണ്, പൊട്ടത്തരം എടുക്കരുത്, പാറപ്പുറമാണ്. അപ്പോഴവൾ പറഞ്ഞ വാക്കുന്നാളെ എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറയണത്. വെള്ളം ഇല്ലാത്തതല്ല പ്രശ്നം, എല്ലാത്തിനും പരിഹാരം എൻ്റെ മാതാവിൻ്റെ കൂടെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അവിടെ കിണറെ കുടിച്ചിട്ട് ഇവിടെ അവൾ വിശ്വാസപ്രമാണം ചൊല്ലി ഉപ്പെറിഞ്ഞ് അതിൻ്റെ മുഴുവൻ വെള്ളമായപ്പോൾ അടുത്തുള്ള ചെടുത്തി വന്നിച്ചും പറഞ്ഞ് ഞങ്ങളുടെ കുളത്തിലും വെള്ളമില്ലെന്ന് പറഞ്ഞ്, ഞങ്ങളുടെ കിണറ്റിലും. അവരും പറഞ്ഞ് നിങ്ങളിത് കൊണ്ട് വിശ്വാസപ്രമാണം ചൊല്ലി ദൈവസ്നേഹത്തോടെ വേണം ഇടാൻ. അപ്പോൾ അവർക്കും ആവശ്യത്തിന് വെള്ളം. ഇത് പ്രയോഗമാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, സാക്ഷ്യങ്ങൾ കേട്ടാൽ മതിയല്ലോ. അതായത് ഇതിൻ്റെ അകത്തൊക്കെ വരുന്നത് ഈ പ്രയോഗിക്കുന്ന ആൾക്കാർക്ക് ആദ്യം പ്രഖ്യാപനം ഉണ്ടാകണം. ഇത് പ്രാർത്ഥനയല്ല, അതാണ് പ്രശ്നം. പ്രാർത്ഥന കഴിഞ്ഞിട്ട് സെക്കൻഡ് സ്റ്റെപ്പിൽ വരുന്ന പ്രഖ്യാപനമാണ്. തേർഡ് സ്റ്റെപ്പിലാണ് പ്രയോഗം വരണത്. വിശ്വാസം തന്നെ ആദ്യം പ്രാർത്ഥനയാക്കും, പിന്നെ അത് പ്രഖ്യാപനമാക്കും, പിന്നെ അത് പ്രയോഗമാക്കും. ഈ പ്രയോഗമാക്കുന്നവരിൽ ഈ ഇട്ടി വെട്ടുപോലെയുള്ള ദൈവസ്നേഹം ഉണ്ടാകണം ഇതിൻ്റെ അകത്ത്. എന്ത് നിങ്ങൾ പ്രയോഗിച്ചോ, പക്ഷെ നിങ്ങൾക്ക് വിശ്വാസത്തിനേക്കാളുപരി വിശ്വാസം പോലെ ദൈവം ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ,
ഒരു കൈ ഉയർത്തി പ്രാർത്ഥിച്ച്, കർത്താവായ ദൈവമേ. കർത്താവായ ദൈവമേ, ഓൺലൈനിലുള്ളവരും പ്രാർത്ഥിക്കട്ടെ. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഉടമ്പടിയിലായിരിക്കുന്ന ഞങ്ങള് വിശ്വാസം പ്രാർത്ഥിക്കുകയും വിശ്വാസം പ്രഖ്യാപിക്കുകയും വിശ്വാസം പ്രയോഗിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളിൽ ദൈവസ്നേഹം നിറഞ്ഞു കവിയാൻ ഓ അമ്മേ പരിശുദ്ധമ്മേ, ഓ അമ്മേ പരിശുദ്ധമ്മേ, ഓ അമ്മേ പരിശുദ്ധമ്മേ, ഓ അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, ഞങ്ങളിൽ ദൈവസ്നേഹം നിറയാൻ മാധ്യസ്ഥം വഹിക്കണമേ. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊൻപനമേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ, വാഗ്ദാന പേടകമേ, സ്വർഗീയ പൊന്മനമേ, കൃപാസനത്തിൻ്റെ അമ്മേ, പ്രസാദവരമാതാവേ. എൻ്റെ മകളെ, പ്രേയർ ആണോ ഉടമ്പടിയാണോ? ഇതിനകത്ത് പ്രാർത്ഥനയുണ്ട്, പ്രഖ്യാപനമുണ്ട്, പ്രയോഗമുണ്ട്. ഇതിനകത്തൊക്കെ ഹൈ ടെമ്പർ ലവ് ഓഫ് ഗോഡ് ഉണ്ട്. ദൈവസ്നേഹം ഇല്ലെങ്കിൽ, ഇപ്പോൾ ചെറിയൊരു ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ വണക്കമാസം നടക്കുകയാണ്. ഒരു ദിവസം വിജയകുമാർ സാറും വൈഫും കൂടി വന്ന് ഒരു വണക്കമാസം നടത്തിയായിരുന്നു. അപ്പോൾ അവരെ ഞാൻ നോക്കുമ്പോഴേ ലൈവ് കാണാം, അവിടെ എല്ലാം കഴുത്ത് കയ്യിലൊക്കെ കൊന്ത ചുരുട്ടിയിട്ടിരിക്കുകയാണ് കയ്യെ. എന്നിട്ട് ഓരോ നന്മ നിറഞ്ഞ മൃഗം ചെല്ലുമ്പോഴും വിജയകുമാറിൻ്റെ സാറിൻ്റെ വൈഫും സാറും കൂടി വാഴുക 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 മരിയേ എന്ത് കേൾക്കുമ്പോൾ തന്നെ കുളിര് കയറിപ്പോവും. അത് കേൾക്കുമ്പോൾ ദൈവത്തിന് തന്നെ മനസ്സ് കുളിരണം. അല്ലാതെ ഒരു നമ്മളിങ്ങനെ വന്ന് ഒരു കടമ അങ്ങനെ നിർവഹിച്ച് റൊട്ടിയും പോലെ എന്തൊക്കെ അവതരിപ്പിച്ച് പോണ പോലെ. പ്രാർത്ഥന ഒരു അവതരണമല്ല, അതൊരു അഭിഷേകത്തിൻ്റെ ഒരു പ്രയോഗമാണ്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങൾക്കെല്ലാം പ്രാർത്ഥനയും അതിനോട് ബന്ധപ്പെട്ട ഉടമ്പടി പ്രയോഗങ്ങളും നിയമാവർത്തനം 6 രേഖപ്പെടുത്തിയിരിക്കുന്ന പോലെ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടുകൂടി വിശ്വാസം പ്രഖ്യാപിക്കാൻ, പ്രയോഗിക്കാൻ, ഉടമ്പടിയായി ജീവിക്കാൻ അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ സ്നേഹിക്കും. സന്തോഷത്തോടെ പൂർണ്ണ മനസ്സോടെ പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയമോടും പൂർണ്ണാത്മാവോടും ഈശോയെ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 15:8 പറഞ്ഞു, നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റെ
സ്നേഹിതരാകും, നിങ്ങളെൻ്റെ ശിഷ്യന്മാരാകും. ഈ ശിഷ്യന്മാരായി കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളൊരു ഗ്രേഡ് കൂടി വളരുമ്പോഴാണ് ദൈവത്തിൻ്റെ യേശുവിൻ്റെ സ്നേഹിതരാകുന്നത്. 15:8 ആദ്യം വായിച്ച ഒന്നുകൂടി. യോഹന്നാൻ 15:8. നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ എന്റെ ശിഷ്യന്മാരായിരിക്കുകയും ചെയ്യുന്നത് വഴി പിതാവ് മഹത്വപ്പെടുന്നു. അപ്പൊ നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുന്ന വഴിയാണ് നമ്മൾ ശിഷ്യന്മാരാകുന്നത്. ഈ ഫലം പുറപ്പെടുവിക്കുന്നത് എങ്ങനെയാണ്? ഉടമ്പടി വഴിയാണ്. അതാണ് 15:7 വായിച്ചേ യോഹന്നാന്റെ സുവിശേഷത്തിലെ. നിങ്ങൾ എന്നിൽ വസിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്താൽ ഇഷ്ടമുള്ളത് ചോദിച്ചുകൊള്ളുക, നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ, അതായത് അവൻ പറയണത് പോലെ ചെയ്യുമ്പോൾ, ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ, ഉടമ്പടിയായി ജീവിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മളിൽ നിങ്ങൾക്കിഷ്ടമുള്ളത് ചോദിക്കാം. അങ്ങനെ വരുമ്പോൾ ഉടമ്പടി പ്രകാരം ജീവിക്കുമ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്ന്. ധാരാളം ഫലം എന്ന് വെച്ചാൽ ഓരോരുത്തരുടെ പ്രേക്ഷിത പ്രവർത്തനം കണ്ടാൽ അറിയാം ഫലങ്ങൾ എന്തുമാത്രമാണെന്ന്. ഒരു ഫലവുമില്ലാത്ത കരിഞ്ഞതിനെക്കുറിച്ചും കർത്താവ് പറയുന്നുണ്ട്. ഉടമ്പടി എടുത്തിട്ടും കരിഞ്ഞ ആൾക്കാരെക്കുറിച്ച് പറയുന്നുണ്ട്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉണങ്ങിയ കമ്പ് പോലെ അത് തീയിലെറിഞ്ഞ് കത്തിച്ച് കളയുമെന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിൽ തന്നെയുള്ളതാണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ലൂക്കാ 3:9. വൃക്ഷങ്ങളുടെ വേരിന് കോടാലി വയ്ക്കപ്പെട്ടു കഴിഞ്ഞു. നല്ല ഫലം നൽകാത്ത വൃക്ഷങ്ങളെല്ലാം വെട്ടി തീയിൽ എറിയപ്പെടും. ഇത് ഈശോ ഇടക്കിടക്ക് പറയുന്ന സംഭവമാണ്. ഫലം കാഴ്ചയില്ലെങ്കിൽ വെട്ടി മാറ്റപ്പെടും. അത് യോഹന്നാൻ്റെ സുവിശേഷത്തിലുമുണ്ട്. അതായത് 15:6 വായിച്ചോളൂ. യോഹന്നാൻ 15:6. യോഹന്നാൻ 15:6. എന്നിൽ വസിക്കാത്തവൻ മുറിച്ച ശാഖ പോലെ പുറത്തെറിയപ്പെടുകയും ഉണങ്ങിപ്പോവുകയും ചെയ്യുന്നു. അത്തരം കമ്പുകൾ ശേഖരിച്ച് തീയിലിട്ട് കത്തിച്ചു കളയുന്നു. അപ്പൊ ഉടമ്പടി എടുത്തിട്ട് ഫലം പുറപ്പെടുവിക്കാതിരിക്കുന്ന ആൾക്കാരുണ്ട്. പ്രേക്ഷിത വരെ ഇല്ല, ജീവകാരുണ്യ പ്രവർത്തനമില്ല. അതാ ഉണങ്ങിയ കമ്പെന്ന് പറയണത്. ഉടമ്പടി എടുത്തതിന് ശേഷവും വെറുതെ പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി മാത്രം ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അത് ഫലം പ്രവർത്തിക്കാത്തതാണ്. അത് പ്രേക്ഷിത വരെയില്ല, രോഗികളെ പോയി കാണത്തില്ല, ഓൾഡേജ് ഹോം സന്ദർശിക്കത്തില്ല, ആർക്കും വേണ്ടി കൈ നനഞ്ഞ് ഒന്നും ചെയ്യത്തില്ല. ആ പ്രാർത്ഥനയൊക്കെ ചൊല്ലി വീട്ടിൽ തിരികത്തിച്ചിരിക്കും. ഇതാണ് ഉണങ്ങിയ കമ്പെന്ന് പറയുന്നത്. ഇത് കത്തിച്ച് കളയുന്ന കർത്താവ് വന്നിരിക്കണം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണിത്. അല്ലെങ്കിൽ നമുക്ക് ധാരാളം ഇപ്പം ഞാൻ ആ കോട്ടയത്തെ കുഞ്ഞിനെക്കുറിച്ച് എന്താ പറഞ്ഞത്? അവളെ പടിയടച്ച് പിണ്ടം വെച്ച പോലെ പുറത്താക്കി. പക്ഷെ പുറത്താക്കി അപ്പനോട് വൈരാഗ്യമില്ല, അമ്മയോട് വൈരാഗ്യമില്ല, സഹോദരന് വൈരാഗ്യമില്ല. പക്ഷേ ഉടമ്പടിയിൽ നിന്ന് അവൾ മാറുന്നില്ല. അതാണ് വിശ്വാസം സംരക്ഷിക്കുക എന്ന് പറയണത്. ഉടമ്പടിയിൽ നിന്ന് മാറണില്ല. ഉടമ്പടി മാറാതെ ആ ജീവകാരുണ്യ പ്രവൃത്തിയും പ്രേക്ഷിത പ്രവർത്തനം എല്ലാം കഴിഞ്ഞപ്പോഴേ ഇവളെന്താ പറ്റി? ഇവളുടെ ജീവിതം തന്നെ ഒരു കരിഞ്ഞ കമ്പായിരുന്നു. കർത്താവ് അതിനെ തളർപ്പിക്കാൻ തുടങ്ങി. ഒരു ലിങ്ക് അവൾക്ക് UK നിന്ന് ലഭിച്ചു. ചിന്തിക്കാത്തൊരു കാര്യം, ചിന്തിക്കാൻ അർഹതയില്ലാത്ത, അവകാശമില്ലാത്ത, സ്വപ്നം കാണാൻ പറ്റാത്തൊരു സാധ്യത. എന്താ സംഭവിച്ചിരിക്കണത്? ഒരു ലിങ്ക് കിട്ടി. ആ ലിങ്കിൽ പിടിച്ച് ഇവൾ കയറണമുണ്ട്. അത് അവൾക്ക് ആ ജോലി UK ശരിയായി കഴിയുമ്പോൾ അപ്പം പറയും, നീ പോയി സാക്ഷ്യം പറഞ്ഞോളാൻ പറയും.
കഥ കടച്ചിട്ട് അപ്പൻ പുറത്താക്കി അപ്പൻ തന്നെ തിരിഞ്ഞ് കർത്താവ് ആ മകളുടെ സാക്ഷ്യം കാരണം ആ അപ്പനെയും അമ്മനെയും അവൾ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരികയാണ്. കൈയിട്ടിച്ച് കർത്താവ് ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. ഹല്ലേലൂയ.